നമസ്കാരം. പേർഷ്യൻ ഗൾഫിന്റെ രാത്രി ആകാശത്തിൽ വീണ്ടും പൊട്ടിത്തെറിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുകയാണ്. ഒരു വശത്ത് മിസൈലുകൾ, മറുവശത്ത് വ്യോമ പ്രതിരോധ സംവിധാനം. മരുഭൂമിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും പാഞ്ഞെത്തിയ ആക്രമണ വാർത്തകൾ പശ്ചിമേഷ്യയെ വീണ്ടും അതീവ അപകടകരമായ ഒരു വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ്. മാസങ്ങളായി സമാധാന ചർച്ചകളുടെയും വെടിനിർത്തൽ കരാറുകളുടെയും പേരിൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന സംഘർഷം വീണ്ടും തുറന്ന ഏറ്റുമുട്ടലിന്റെ രൂപം സ്വീകരിക്കുന്നുവോ എന്ന ആശങ്ക ലോകം പങ്കിടുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ കിഷം ദ്വീപിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിനു പിന്നാലെ കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നാണ് വിവരം. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കിഷൻ ദ്വീപിലെ തങ്ങളുടെ മിലിറ്ററി ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ഭീകരസേനയുടെ കടുത്ത അഹങ്കാരത്തിനും ആക്രമണത്തിനുമുള്ള മറുപടിയാണിതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിലെ US സൈനികരുടെ ക്യാമ്പ്, ആരിഫ് ജാൻ, അലി അൽ സലീം എയർബേസ് എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തത്. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ അമേരിക്കൻ, ബഹ്റിൻ പ്രതിരോധ സേനകൾ വിജയകരമായി തടഞ്ഞുവെന്ന് US സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. കുവൈറ്റിലെ കേന്ദ്രത്തിന് നേരെ തൊടുത്ത ഇറാന്റെ 2 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തകർന്നു. ബഹ്റിന് നേരെ വന്ന 3 മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം വഴി തകർത്തു എന്നുമാണ് US വാദിക്കുന്നത്. US സൈനികർക്കോ ഉദ്യോഗസ്ഥർക്കോ പരിക്കേറ്റിട്ടില്ല എന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പലുകളെ ലക്ഷ്യമിട്ട് വന്ന ഇറാന്റെ ഡ്രോണുകളും US വെടിവെച്ചിട്ടു. ബഹ്റിനിലെ ആക്രമണത്തെ തുടർന്ന് പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകുകയുമുണ്ടായി. സൗദി അറേബ്യയിലും അപായ സൈറണുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ആക്രമണം നടന്നതായി ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല. സംഘർഷം ഒരു പുതിയ ഘട്ടത്തിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി എന്ത്? യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇരുപക്ഷവും സമ്പൂർണ്ണ യുദ്ധം ആഗ്രഹിക്കുന്നതായി ഇതുവരെ വ്യക്തമായ സൂചനകളില്ല. എന്നാൽ നിയന്ത്രിത പ്രതികാര ആക്രമണങ്ങളുടെ ചക്രം ഇങ്ങനെ തുടർന്നാൽ അത് നിയന്ത്രണം വിട്ട വലിയ ഏറ്റുമുട്ടലിലേക്ക് വളരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സൈനിക നീക്കങ്ങൾ വർദ്ധിച്ചാൽ വലിയ ആഘാതമുണ്ടാകാം. ആ ആക്രമണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറാൻ നേരിട്ട് അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിടുന്നത് വെറും സൈനിക നടപടി മാത്രമല്ല, ഞങ്ങൾ ഇപ്പോഴും പ്രതികരിക്കാൻ കഴിവുള്ള ശക്തിയാണെന്ന രാഷ്ട്രീയ ഭീഷണി കൂടിയാണത്. അതേസമയം അമേരിക്കയുടെ മറുപടി ആക്രമണങ്ങൾ, പ്രാദേശിക സൈനിക ആധിപത്യം ഇപ്പോഴും ഞങ്ങൾക്കാണ് എന്ന സന്ദേശം നൽകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആയുധങ്ങളുടെ പോരാട്ടം മാത്രമല്ല, പ്രതിച്ഛായകളുടെയും സ്വാധീനത്തിന്റെയും പോരാട്ടം കൂടിയാണ്. എന്നാൽ ഈ ശക്തി പ്രകടനങ്ങളുടെ ഏറ്റവും വലിയ ഇരകൾ സാധാരണ ജനങ്ങളാണ്. കുവൈറ്റ്, ബഹ്റിൻ, ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ജനങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണ്. ഒരു മിസൈൽ ലക്ഷ്യത്തിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നതിലല്ല പ്രശ്നം, അത് ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഭയത്തിലാണ്. പശ്ചിമേഷ്യയിൽ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി കിടക്കുന്ന അഗ്നിപർവ്വതം പോലെയാണ്. പുറമേ കാണുന്നത് പുകയും ചാരവും മാത്രമായിരിക്കാം, പക്ഷെ അതിന്റെ അടിയിൽ ഉരുകിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സംഘർഷത്തിന്റെ ലാവയാണ്. സമാധാന ചർച്ചകൾ നിലച്ചു നിൽക്കുമ്പോഴും പ്രതികാര ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ നിർണായകമാകും. ഈ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കുക മിസൈലുകളുടെ എണ്ണം കൊണ്ടല്ല, രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത തീരുമാനങ്ങളാലാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പശ്ചിമേഷ്യയിലെ സമാധാനം ഇപ്പോഴും വളരെ ദൂരെയാണെന്നും ലോകം മറ്റൊരു അപകടകരമായ അധ്യായത്തിന്റെ വക്കിലാണ്.